രാധേ രാധേ എന്ന ചാനലിനെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാധയുടെ പ്രണയം മുടങ്ങാതെ കാണുന്ന, അഷ്ടപതി കാണുന്ന രാധേ രാധേ ചാനലിൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് വിഷുദിന ആശംസകൾ നേരിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒപ്പം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യവും അതിനോടനുബന്ധിച്ചുള്ളൊരു കാര്യവും പറയുന്നു. ഒരു ദിവസം രാസമണ്ഡലത്തിൽ വെച്ച് കൃഷ്ണനും രാധാറാണിയും നൃത്തം ചവിട്ടുകയാണ്. ആ നൃത്തത്തിൽ തളർന്ന് 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 വിയർപ്പ് മണികൾ പൊടിഞ്ഞ് കൃഷ്ണന്റെ നെഞ്ചിലേക്ക് വീണ രാധാറാണിയെ കൃഷ്ണൻ വാരിപ്പുണർന്നു. വാരിപ്പുണർന്നതിന് ശേഷം രാധാറാണിയുടെ നെറ്റിയിലെ വിയർപ്പ് മണികൾ ചുണ്ടുകൾ കൊണ്ടൊപ്പിയെടുത്തപ്പോൾ രാധാറാണി പറഞ്ഞു, കണ്ണാ, അത് വിയർപ്പാണ്, വേണ്ട കണ്ണാ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, നിന്റെ വിയർപ്പ് മണികൾ പോലും കൃഷ്ണന് പ്രിയപ്പെട്ടതാണ്. നിന്റെ വിയർപ്പ് മണികൾക്ക് കൃഷ്ണൻ അത്യധികം വില കൽപ്പിക്കുന്നു രാധേ. ഒരു തുള്ളി പോലും നിലത്തു വീഴാൻ പാടില്ല. ആ വിയർപ്പ് തുള്ളികൾ ഒപ്പിയെടുത്തപ്പോൾ അബദ്ധത്തിൽ ഒരു വിയർപ്പ് തുള്ളി നിലത്തു വീണു. ആ വിയർപ്പ് തുള്ളി ഉടൻ ഒരു പൂവായി വിരിഞ്ഞു, ഒരു ചെടിയായി വന്ന് പൂവായി വിരിഞ്ഞു. അതെ, മതി മറന്ന് നൃത്തം ചവിട്ടിയ രാധാറാണിയുടെ വിയർപ്പ് തുള്ളികളാണ് കൊന്നപ്പൂ. അല്ലാതെ കൊന്നപ്പൂവിനെ കുറിച്ച് കുറേ കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും ആ സന്ദർഭത്തിന് ഒരിക്കലും യോജിക്കുന്നതല്ല. ഒരു ചെറുക്കന് ഭഗവാൻ ഒരിക്കലും മനഃപൂർവ്വം അടി വാങ്ങിച്ചു കൊടുക്കത്തതുമില്ല, വഴക്ക് വാങ്ങിച്ചു കൊടുക്കത്തതുമില്ല. ഭഗവാൻ ദയാശീലനാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കൂ, രാധാറാണിയുടെ വിയർപ്പ് തുള്ളികളാണ് കൊന്നപ്പൂ. അതുകൊണ്ടാണ് താൻ സന്തോഷവാനായിരിക്കുന്ന വിഷുവിൻ്റെ അന്ന് രാധാറാണി എൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കണം. അതത്രേ കൃഷ്ണന് കൊന്നപ്പൂ ഇത്ര ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഓരോ ഭാര്യ ഭർത്താക്കന്മാരും, അതായത് ഭർത്താക്കന്മാരറിയുക, കാമുകൻ അറിയുക, നിങ്ങളുടെ ഭാര്യയുടെ, നിങ്ങളുടെ കാമുകയുടെ വിയർപ്പ് തുള്ളികൾ കൊന്നപ്പൂക്കളാണ്. അവർ അടുക്കളയിൽ പാചകം ചെയ്ത് തളർന്ന് വിയർത്തൊലിച്ച് നിൽക്കുമ്പോൾ അവരെ നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കൂ. ആ വിയർപ്പ് തുള്ളികളൊന്ന് ഒപ്പിയെടുക്കൂ. കാരണം ഈ പ്രപഞ്ചത്തിലെ ഓരോ സ്ത്രീയും രാധയാണ്. ഓരോ സ്ത്രീയുടെയും വിയർപ്പ് തുള്ളികൾ കൊന്നപ്പൂവാണ്. ഭർത്താക്കന്മാരെ, നാളെ വിഷുവിന് നിങ്ങൾക്ക് വേണ്ടി സദ്യ ഒരുക്കാൻ കയറുന്ന ഓരോ സ്ത്രീയും അവൾ ജോലി ചെയ്ത് വിയർക്കുമ്പോൾ, അവൾ ജോലി ചെയ്ത് തളരുമ്പോൾ ഒന്ന് താങ്ങൂ, ഒന്ന് താങ്ങൂ. അവളുടെ നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ ഒപ്പിയെടുക്കൂ. ആ കൊന്നപ്പൂക്കൾ ഒപ്പിയെടുക്കൂ. കൃഷ്ണന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം തേടൂ. ഓരോ കാമുകനും അത് ആലോചിക്കുക. കാമുകിയുടെ നെറ്റിയിൽ പൊടിയുന്ന വിയർപ്പ് തുള്ളികൾ ഒപ്പിയെടുക്കൂ. കൊന്നപ്പൂക്കളാണത്, കൊന്നപ്പൂക്കളാണത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ പ്രിയപ്പെട്ട രാധാഭക്തരെ, ഞാൻ എന്താണ് നിങ്ങൾക്ക് വിഷുവായി തരേണ്ടത്? ഞാൻ എന്താണ് നിങ്ങൾക്ക് വിഷുവായി തരേണ്ടത്? എൻ്റെ ഹൃദയത്തിലെ സ്നേഹം, എൻ്റെ ഹൃദയത്തിലെ സ്നേഹമാകുന്ന കൊന്നപ്പൂക്കൾ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് നൽകുന്നു, എൻ്റെ പ്രേക്ഷകർക്ക് നൽകുന്നു. ഇതാ എൻ്റെ വിഷു കൈനീട്ടം, ഇതാ എൻ്റെ വിഷു കൈനീട്ടം. എൻ്റെ ഹൃദയത്തിൽ തട്ടിയ സ്നേഹത്തിൻ്റെ കൊന്നപ്പൂക്കൾ, അതേ, എൻ്റെ ഹൃദയത്തിൽ തട്ടിയ സ്നേഹത്തിൻ്റെ കൊന്നപ്പൂവുകൾ നാണയത്തുട്ടുകളായി നിങ്ങളുടെ കൈകളിലേക്ക് ചൊരിയുന്നു. വിഷു ആശംസകൾ, വിഷു ആശംസകൾ, വിഷു ആശംസകൾ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.